ഓക്കെ, അപ്പോൾ നമുക്ക് കോവയ്ക്ക അരിയാം. എനിക്ക് ക്യാമറ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഓവർ ആക്ഷൻ പോലെ എനിക്ക് തോന്നും. എനിക്ക് തോന്നുന്നതാണ്, ഞാൻ ക്യാമറ വരുമ്പോഴാണല്ലോ എന്നെ കാണുന്നത്. ഞാൻ പൊതുവെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. എന്നെ ഭയങ്കര ആയിട്ട് ആൾക്കാരങ്ങനെ പറയാറുണ്ട്, ഞാൻ ഭയങ്കര ഓവർ ആക്ഷനാണ്. എന്തോ ഒരു സമയം മുതൽ ഇങ്ങനെ ആയിപ്പോയി. ഓക്കെ, പക്ഷെ എനിക്ക് എന്നെ ഇഷ്ടമാണ്. എന്നെ ഞാനല്ലാണ്ട് പിന്നെ വേറെ ആരും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് വരാം. എനിക്ക് തോന്നുന്നില്ല ഞാനിങ്ങനെ സംസാരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കും എന്നുള്ളത്. അയ്യോ, ഓക്കെ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ക്യാമറ വയ്ക്കുന്നിടത്ത് സ്റ്റൗവാണ് താഴെ. സോ എനിക്ക് കറക്റ്റ് ആംഗിൾ കിട്ടൂല. സോ ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നു. ആൾക്കാർ കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാവരും വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. ഞാനിവിടെ ലൈറ്റൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ട്യൂബിൻ്റെ ലൈറ്റിലൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെന്താ, എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ കണ്ടൻസാണ് ഇടേണ്ടത്. എനിക്കാണെങ്കിൽ മെയിലിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടം. പക്ഷേ ഇന്ന് ഇത്ര ആക്റ്റീവായിട്ട് സംസാരിക്കണം, നാളേക്ക് സംസാരിക്കുന്നുണ്ടാവുമെന്ന് അറിയില്ല. ഇതുകൊണ്ടൊക്കെ എനിക്ക് പലപ്പോഴും കണ്ടൻറ്റിന് ക്ഷാമം വരുന്നത്. ക്ഷാമം ഇൻ ദ സെൻസ്, ഞാൻ ഇങ്ങനെ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ബ്ലബ്ലബ്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അന്ന് അതേസമയം എനിക്ക് ഭയങ്കര മറ്റേ പെർഫെക്ഷനിസം ഉണ്ടായിരുന്നു. യൂട്യൂബിലൊരു വീഡിയോ ഇടുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് എനിക്കറിയാവുന്ന എൻ്റെ പ്രസ്താവനകൾ മാത്രമാണ് ഞാൻ അവിടെ അറിയിക്കുള്ളൂ. അത് ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ എന്ന് വെച്ചാൽ പഠിച്ചിട്ടല്ല, പക്ഷേ എനിക്ക് ചില പോയിൻറ്റ്സ്, എനിക്ക് ചില തോട്ട്സ്, അല്ലെങ്കിൽ ചില സബ്ജക്ട്സിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ഇതാണ് എൻ്റെ പ്രസ്താവന എന്നുള്ളൊരു എന്താ പറയുക, അടിത്തറ ഇട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സാണ് ഞാൻ എപ്പോഴും പറയാറ്. എനിക്ക് തോന്നുന്നു ആദ്യം മുതലേ ഞാൻ അങ്ങനെ ചെയ്യാറ്. പക്ഷേ അങ്ങനത്തെ ചില കണ്ടൻസ്, അങ്ങനത്തെ തോട്ട്സ് വരുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ തോന്നില്ല. വീഡിയോ എടുക്കാൻ നോക്കുന്ന സമയത്ത് ആ കണ്ടൻസ് പറയാനുള്ള ഒരു മൂഡും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു, വ്ളോഗിങ്ങിലോട്ട് കിടക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ വരും കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ എത്തും. ഇൻ കേസ് ഈ പറഞ്ഞ പോലെ എന്നെ ഞാനായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയാൽ, ഞാനിങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ നല്ലതാണല്ലോ. ഇപ്പോൾ ഇതിൽ പല അഭിപ്രായങ്ങളുണ്ടാവും. ഞാൻ എന്താണ് ഇങ്ങനെ പറയുന്നത്, ഒരു ക്ലാരിറ്റി ഇല്ല, ബ്ലാ 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 എന്ന് പറയുന്നത്. പലപ്പോഴും നെഗറ്റീവ്സും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെ ഓക്കെയാണ്. ഇപ്പോൾ ഭയങ്കര പോസിറ്റീവ് തന്നെയാണ്. 100 പേര് കുറ്റം പറയും, അതൊന്നും നമുക്കൊരു വിഷയമല്ല. തൊലിക്കെട്ടി ഭയങ്കര കൂടി, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതാണ് റിയാലിറ്റി. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു റീസൺ, എനിക്ക് എന്താ അതൊക്കെ പറയണം എന്ന് തോന്നി. പിന്നെ എൻ്റെ മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലം കഴിഞ്ഞിട്ട് ഞാനിതൊക്കെ കണ്ട് ഞാൻ തന്നെ ഞാനിങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്ന് ചിന്തിക്കും. എനിക്ക് ഭയങ്കര സെൽഫ് എൻഗേജ്മെൻ്റ് ആണ്. എൻ്റെ പഴയ വീഡിയോസൊക്കെ ഇരുന്ന് കാണാറുണ്ട്, പുളവും കൊള്ളാറുണ്ട്. അത് ഭയങ്കര ചമ്മലും തോന്നാറുണ്ട്. എൻ്റെ അമ്മ ഞാൻ ഈ ഇമോഷൻ്റെ പുറത്ത് അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാനത് ഭയങ്കരമായിട്ട് കാണിക്കാറുണ്ട്. ആൾക്കാർ എന്ത് പറയണമെന്ന് ഞാൻ നോക്കാറില്ല. ഞാൻ എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ്, അതിൻ്റെ പുറത്ത് നമ്മൾ തെറ്റിദ്ധരിക്കാം, പല പ്രശ്നങ്ങളും നമുക്ക് അനുഭവിക്കാം, പക്ഷെ അനുഭവപ്പെടാം. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. മാത്രമല്ല നമുക്ക് വേണ്ടിയല്ലേ ജീവിക്കേണ്ടത്. അങ്ങനെ അപ്പം ഞാനൊന്ന് കട്ടിംഗ് ബോർഡ് കഴുകട്ടെ. എൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 6 മിനിറ്റ് ഉണ്ട്. ഇപ്പം പല വീഡിയോസായിട്ടായിരിക്കും വരിക കേട്ടോ. ഇതിപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. സോ എനിക്ക് എങ്ങനെ ഈ വീഡിയോ കൺക്ലൂഷൻ, ഞാനൊരു കണ്ടൻറ്റ് രീതിയിലല്ല ഞാൻ ആക്ച്വലി ചെയ്യണം. ഞാൻ എന്തെങ്ങാണ്ട് അപ്പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കണതാണ്, കൺവേ ചെയ്യുന്നതാണ്. എനിക്കറിയില്ല, ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന പോലും എനിക്കറിയില്ല. കാരണം എൻ്റെ സ്വഭാവം, ഞാൻ ചില സമയത്ത് ഞാൻ വിചാരിക്കും എന്തും ആൾക്കാരങ്ങനെ ജഡ്ജ് ചെയ്താലും കുഴപ്പമില്ലെന്ന്. ചില സമയത്ത് ഞാൻ വിചാരിക്കും ഞാൻ അങ്ങനെയാണോ ചെയ്യേണ്ടത്, കുറച്ച് ഉത്തരവാദിത്തം കൂടി ചെയ്യണ്ടേ എന്നൊരു തോന്നൽ എനിക്ക് വരാറുണ്ട്. രണ്ടും എൻ്റെ തലച്ചോറിൽ വരും, ലെഫ്റ്റും റൈറ്റിലും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും.